ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിൻ്റെ സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് പ്രവർത്തനം 1 നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം എന്താണ്? താഴെ പറയുന്നവയിൽ അരികുവൽക്കരണത്തിന് കാരണമാകാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് അരികുവൽക്കരണത്തിനൊക്കെ അരികുവൽക്കരണത്തിന് കാരണമാകാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കൂ. കുടിയൊഴിപ്പിക്കൽ, പ്രകൃതി ദുരന്തങ്ങൾ, യോഗ്യതയില്ലാത്തതിനാലുള്ള ഒഴിവാക്കൽ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ. അപ്പോൾ ഇതിൽ ഏതാണ് കൂട്ടുകാരെ? അതെ, യോഗ്യതയില്ലാത്തതിനാലുള്ള ഒഴിവാക്കലാണല്ലേ അരികുവൽക്കരണത്തിന് കാരണമാകാത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദുരന്തങ്ങളെ 2ആയി തരംതിരിക്കാം, അവ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഏതാണ്? ഓരോന്നിനും ഓരോ ഉദാഹരണങ്ങൾ എഴുതുക എന്നും പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം നമ്മൾ ദുരന്തങ്ങളെ 2ആയി തരംതിരിക്കാറുണ്ടല്ലോ. എങ്ങനെയൊക്കെയാണ്? പ്രകൃതി ദുരന്തങ്ങളുമുണ്ട്, അതുപോലെ തന്നെ എന്താണ് മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾക്ക് ഉദാഹരണം നമുക്ക് എഴുതാം. ഏതൊക്കെ എഴുതാം? വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടലൊക്കെ എഴുതാമല്ലേ. മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെ? യുദ്ധം, അപകടങ്ങൾ, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായവ. അപ്പോൾ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ സി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദുരന്തങ്ങൾ അരികുവൽക്കരണത്തിന് കാരണമാകുന്നത് എങ്ങനെ എന്ന് വിശദമാക്കുക. എന്താണ്? ദുരന്തങ്ങൾ അരികുവൽക്കരണത്തിന് കാരണമാകുന്നത് എങ്ങനെയെന്ന് വിശദമാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. പ്രകൃതി ദുരന്തങ്ങളിലൂടെയും മനുഷ്യനിർമ്മിത ദുരന്തങ്ങളിലൂടെയും ജീവനും സ്വത്തിനും നാശം സംഭവിക്കുന്നു. സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം സംഭവിക്കുന്നു. വരുമാനം ലഭിച്ചിരുന്ന തൊഴിൽ നഷ്ടപ്പെടൽ, രക്ഷിതാക്കളെ നഷ്ടപ്പെടൽ, കൃഷിഭൂമി ഇല്ലാതാകൽ എന്നിവയെല്ലാം അരികുവൽക്കരണത്തിന് കാരണമാകുന്നു. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 2. താഴെ പറയുന്നവയിൽ ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പുറക്കാമ്പ്, അകക്കാമ്പ്, ഭൂവൽക്കം, മാൻഡിൽ. ഈ തന്നിട്ടുള്ളതിൽ ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി ഏതാണ് കൂട്ടുകാരെ? നമുക്കറിയാം, ഭൂവൽക്കമാണല്ലേ. ആൻസർ എന്താണ്? ഭൂവൽക്കം. ഓക്കെ, ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഏതെല്ലാം തരത്തിലുള്ള ശാസ്ത്രീയ പഠനങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്? എന്താണ് ചോദ്യം? ഏതെല്ലാം തരത്തിലുള്ള ശാസ്ത്രീയ പഠനങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്? ഇങ്ങനെയൊക്കെയാണ്. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്നും ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്നും ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്നുമാണ് ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, സി ക്വസ്റ്റ്യൻ നോക്കൂ. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഏതൊക്കെയാണ്? ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് കൂട്ടുകാരെ? അത് ശിലാമണ്ഡലമാണ് അല്ലേ, അഥവാ ലിത്തോസ്ഫിയർ ആണ്. ആൻസർ എന്താണ്? ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ. ഓക്കെ, നമുക്ക് പ്രവർത്തനം 3 നോക്കാം. പ്രവർത്തനം 3. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങൾ ഒരേ അളവിലല്ല അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത്. താഴെ പറയുന്ന അന്തരീക്ഷ വാതകങ്ങളെ അവ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത് അളവിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ എന്നിങ്ങനെയാണ് നൽകിയിട്ടുള്ളത് അല്ലേ. അന്തരീക്ഷ വാതകങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അവ കാണപ്പെടുന്നതിൻ്റെ അളവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായിരിക്കും ആദ്യം വരിക? അതെ, നൈട്രജൻ, നെക്സ്റ്റ് ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. എങ്ങനെയാണ്? നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ബി ക്വസ്റ്റ്യൻ നോക്കൂ. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായി വിദ്യാർത്ഥികളായി നിങ്ങൾക്ക് ചെയ്യാനാകുന്ന 3 പ്രവർത്തനങ്ങളായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളതല്ലേ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായി വിദ്യാർത്ഥികളായി നിങ്ങൾക്ക് ചെയ്യാനാവുന്ന 3 പ്രവർത്തനങ്ങൾ. നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഫസ്റ്റ് വണ്ണായിട്ട് നമുക്ക് എഴുതാം. എന്താണ്? തൈകൾ വച്ചുപിടിപ്പിക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് എഴുതാം. ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഒഴിവാക്കി സൈക്കിൾ പോലുള്ളവ ഉപയോഗിക്കും. കുറഞ്ഞ ദൂരത്തേക്ക് നടന്നു പോകും. വൈദ്യുതി ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കും. ഉപയോഗം കഴിഞ്ഞാൽ ലൈറ്റ്, ഫാന് എന്നിവ ഓഫ് ചെയ്യും. മാലിന്യങ്ങൾ കത്തിക്കുകയില്ല. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? ഏതെങ്കിലും 3 എണ്ണം എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 4.
ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന അന്തരീക്ഷ പാളികളെ ക്രമപ്പെടുത്തി എഴുതുക. നോക്കൂ, മിസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, എസ്തനോസ്ഫിയർ അല്ലേ, എക്സോസ്ഫിയർ ആണല്ലേ. ഓക്കെ, ദെൻ മിസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, എക്സോസ്ഫിയർ. അതായത് ഭൂമിയുടെ ഉപരിതലത്തിന് ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്തരീക്ഷ പാളികളെ നമ്മൾ ക്രമപ്പെടുത്തി എഴുതേണ്ടത്. അപ്പോൾ ഏതായിരിക്കും ആദ്യം? ട്രോപ്പോസ്ഫിയർ, ദെൻ സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഈ ഒരു ക്രമത്തിലല്ലേ വരിക? ഫസ്റ്റ് ട്രോപ്പോസ്ഫിയർ, ദെൻ നെക്സ്റ്റ് സ്ട്രാറ്റോസ്ഫിയർ, ദെൻ തേർഡ് മിസോസ്ഫിയർ, ഫോർത്ത് തെർമോസ്ഫിയർ, ദെൻ ലാസ്റ്റ് എക്സോസ്ഫിയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ട്രോപ്പോസ്ഫിയറിനെ അന്തരീക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാളി എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അന്തരീക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണല്ലേ. അപ്പോൾ ഈ ട്രോപ്പോസ്ഫിയറിൻ്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാളി എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കൂട്ടുകാരെ? അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ഏതെന്ന് പറയുന്നത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നതല്ലേ. അപ്പോൾ പൊടിപടലങ്ങളും ജലബാഷ്പങ്ങളും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണ് ഉള്ളത്. കൂടാതെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ഈ പാളിയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് അന്തരീക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാളി എന്ന് ട്രോപ്പോസ്ഫിയറിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? നന്നായി പഠിച്ചു വെക്കുക. എന്താണ് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളി? ട്രോപ്പോസ്ഫിയർ ആണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണവും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഭൂഖണ്ഡങ്ങളുമായി യോജിക്കാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിശാലമായ കരയുടെ കഷ്ണങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ. ദെൻ വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്നവയാണ് ഭൂഖണ്ഡങ്ങൾ. ഭൂഖണ്ഡങ്ങൾ സമുദ്രത്തിൽ ഒന്നിനോടൊന്ന് കൂട്ടിച്ചേർന്ന നിലയിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇതിൽ ഭൂഖണ്ഡങ്ങളുമായിട്ട് യോജിക്കാത്ത പ്രസ്താവനയാണല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. പർവ്വതങ്ങൾ, സമതലങ്ങൾ, മരുഭൂമികൾ, പീഠഭൂമികൾ മുതലായ ഭൂരൂപങ്ങൾ ഭൂഖണ്ഡങ്ങളിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇതിൽ ഏതായിരിക്കും? നമുക്കറിയാം ആൻസർ ഏതാണ്? ഭൂഖണ്ഡങ്ങൾ സമുദ്രത്തിൽ ഒന്നിനോടൊന്ന് കൂടിച്ചേർന്ന നിലയിൽ കാണപ്പെടുന്നു. ആൻസർ എന്താണ്? ഭൂഖണ്ഡങ്ങൾ സമുദ്രത്തിൽ ഒന്നിനോടൊന്ന് കൂടിച്ചേർന്ന നിലയിൽ കാണപ്പെടുന്നു. യോജിക്കാത്ത പ്രസ്താവനയല്ലേ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൻസർ എന്താണ്? ഭൂഖണ്ഡങ്ങൾ സമുദ്രത്തിൽ ഒന്നിനോടൊന്ന് കൂടിച്ചേർന്ന നിലയിൽ കാണപ്പെടുന്നു. ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഭൂഖണ്ഡങ്ങളിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളായ പർവ്വതങ്ങൾ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത് എങ്ങനെയെന്ന് സഹ്യപർവ്വത നിരകളെ അടിസ്ഥാനമാക്കി വിശദമാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. കടലിൽ നിന്നും വീശുന്ന ഈർപ്പവാഹിയായ കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന സഹ്യപർവ്വത നിരകളുടെ പടിഞ്ഞാറേ ചെരിവായ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുന്നു. എന്നാൽ ഈ മലനിരകളുടെ കിഴക്കൻ ചെരിവായ തമിഴ്നാട്ടിൽ ഈ കാറ്റ് വളരെ കുറഞ്ഞ തോതിലേ എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ മഴ വളരെ കുറഞ്ഞ അളവിലേ ലഭിക്കൂ. മഴനിഴൽ പ്രദേശങ്ങൾ എന്നാണ് മഴ കുറവായി ഇത്തരം പ്രദേശങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത്. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? മഴനിഴൽ പ്രദേശങ്ങൾ അല്ലെങ്കിൽ എന്താണ്? റെയിൻ ഷാഡോ റീജിയൻസ് എന്നാണ് ഇത്തരം മഴ കുറവായ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? ഓരോ വ്യക്തികളും ചെയ്യുന്ന കൃഷിയുടെ തരം ഏതാണെന്ന് കണ്ടെത്തി എഴുതി പട്ടിക പൂർത്തിയാക്കുക. വ്യക്തികൾ ABCD എന്നിങ്ങനെ നൽകിയിട്ടുണ്ടല്ലേ. ദെൻ നോക്കൂ, ചെയ്യുന്ന കൃഷിയാണ് നൽകിയിട്ടുള്ളത്. പരമ്പരാഗത കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് തൻ്റെ കുടുംബത്തിൻ്റെ ഉപജീവനത്തിനാവശ്യമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ തരം ഏതായിരിക്കും? കൃഷിയുടെ തരം എന്ന് പറയുന്നത് ഏതാണ് കൂട്ടുകാരെ? നമുക്കറിയാം കൃഷിയുടെ തരം ഏതാണ്? ഉപജീവന കൃഷിയാണല്ലേ. ഏതാണ്? ഉപജീവന കൃഷി. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. ബി, ഒന്നിലധികം കൃഷികളിൽ ഏർപ്പെടുന്നു. കന്നുകാലി വളർത്തൽ, മീൻ വളർത്തൽ, തേനീച്ച വളർത്തൽ എന്നിവ വിജയകരമായി ചെയ്യുന്നു. സി നോക്കൂ, വിശാലമായ തോട്ടത്തിൽ വൻതോതിൽ തേയില, കാപ്പി, ഏലം, കുരുമുളക് എന്നിവ കൃഷി ചെയ്ത് മികച്ച വരുമാനം ഉണ്ടാക്കുന്നു. ഡി, കാർഷിക ഉൽപ്പന്നങ്ങളായ റബ്ബർ, കരിമ്പ്, പരുത്തി, ചണം തുടങ്ങിയവ വൻതോതിൽ കൃഷി ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ബി, കൃഷിയുടെ തരം ഏതാണ്? സമ്മിശ്ര കൃഷിയാണല്ലേ. സിയോ തോട്ടവിള കൃഷിയാണ്. ഡി, വാണിജ്യ കൃഷിയാണല്ലേ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അതെ, ഡോക്ടർ MS സ്വാമിനാഥനാണല്ലേ. ഓക്കെ, ദെൻ പ്രവർത്തനം 7 നോക്കാം. തന്നിരിക്കുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ രൂപരേഖയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അടയാളപ്പെടുത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഏതൊക്കെയാണ് രാജ്യങ്ങൾ? പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ഇന്ത്യ, ശ്രീലങ്ക. പ്രവർത്തനം 8 നോക്കാം. ചുവടെ ചേർത്തിട്ടുള്ളത് 3 വ്യത്യസ്ത ബജറ്റുകളിലെ വിവരങ്ങളാണ്. ഇവ ഏത് തരം ബജറ്റിൽ ഉൾപ്പെടുന്നു എന്ന് കണ്ടെത്തി എഴുതുക. ബജറ്റ് 1 നോക്കൂ, വരവ് എത്ര രൂപയാണ്? 36,000 ആണല്ലേ, ചിലവ് 32,000. ദെൻ ബജറ്റ് 2, വരവ് 54,830, ചിലവ് 56,000. ബജറ്റ് 3 എത്രയാണ് വരവെന്ന് പറയുന്നത്? 84,630, ചിലവ് 84,630. അപ്പോൾ എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ചുവടെ ചേർത്തിട്ടുള്ള 3 വ്യത്യസ്ത ബജറ്റുകളിലെ വിവരങ്ങളാണ്. അപ്പോൾ ഏത് തരം ബജറ്റിൽ ഉൾപ്പെടുന്നു എന്ന് കണ്ടെത്തി എഴുതാനാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ബജറ്റ് ഏതായിരിക്കും കൂട്ടുകാരെ? അതെ, ഒരു മിച്ച ബജറ്റാണെന്ന് അറിയാം. കാരണം എന്താണ്? അതെ, 36,000 രൂപ വരുമാനമുള്ളപ്പോൾ ചിലവ് എത്ര മാത്രമാണ്? 32,000 രൂപ മാത്രമാണ്. ദെൻ 4,000 രൂപ ഇവിടെ എന്താണ്? മിച്ചമുണ്ടല്ലേ. അതായത് 4,000 രൂപ ഇവിടെ എന്താണ്? മിച്ചമായിട്ടാണ് വരുന്നത്. അതായത് ഇവിടെ വരവിനേക്കാൾ കുറവാണ് എന്തെന്ന് പറയുന്നത്? ചിലവ്. അപ്പോൾ ഇത് എന്താണ്? ഇതൊരു മിച്ച ബജറ്റാണ്. ഇനി ബജറ്റ് 2 എന്താണ്? അത് ഒരു കമ്മി ബജറ്റാണല്ലോ. അതായത് 54,830 രൂപ വരുമാനമുള്ളപ്പോൾ 56,000 രൂപയാണല്ലേ ചിലവ് വന്നിട്ടുള്ളത്. 54,830 രൂപ വരുമാനമുള്ളപ്പോൾ ചിലവായിട്ടുള്ളത് എത്രയാണ്? 56,000 ആണ്. അതായത് 1,170 രൂപ കൂടുതൽ ചിലവ്. അതായത് വരവിനേക്കാൾ കൂടുതൽ ചിലവ് വന്നു എന്ന് പറയാമല്ലേ. ബജറ്റ് 3 എന്താണ്? ഒരു സന്തുലിത ബജറ്റാണ്. അതായത് വരവും ചെലവും എന്താണ് അവിടെ? തുല്യമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ബ്രാക്കറ്റിൽ ചേർത്തിട്ടുള്ളത് പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി എന്നീ തലക്കെട്ടുകൾക്ക് താഴെ എഴുതുക. സ്വത്ത് നികുതി, എക്സൈസ് നികുതി, കെട്ടിട നികുതി, വിനോദ നികുതി, കസ്റ്റംസ് നികുതി, ആദായ നികുതി, വസ്തു നികുതി, വിൽപ്പന നികുതി. അപ്പോൾ ഇവയിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? പരോക്ഷ നികുതി, പ്രത്യക്ഷ നികുതി എന്നിങ്ങനെ പട്ടികപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രത്യക്ഷ നികുതിയിൽ ഏതൊക്കെയായിരിക്കും വരിക? സ്വത്ത് നികുതി, കെട്ടിട നികുതി, ആദായ നികുതി, വസ്തു നികുതി. പരോക്ഷ നികുതിയിൽ ഏതൊക്കെയാണ്? വിനോദ നികുതി, കസ്റ്റംസ് നികുതി, വിൽപ്പന നികുതി, എക്സൈസ് നികുതി. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.